എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയതായി കോളേജിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ പ്രീ സ്കൂളിൽ കുട്ടികളെ ആക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഒരു 2-3 ദിവസം അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് സ്ലോ ബൈ സ്ലോ അവരുടെ കൂട്ടുകാരുമായിട്ട് അവർക്ക് മൊത്തം ഇൻട്രസ്റ്റ് ആകും. അതേ സെയിം ലെവൽ തന്നെയാണ് വീട്ടിൽ നിന്ന് ഡെയിലി പോയി വന്ന് പഠിച്ച് അവസാനം +2 പാസ്സാകുമ്പോൾ ഉപരിപഠനത്തിന് വേണ്ടി നാം മറ്റൊരു കോളേജിലേക്ക് പോകുന്നു. മോസ്റ്റ്ലി വീട്ടിൽ അടുക്കലാകണമെന്നില്ല. അതിലൊരു 50% വന്ന് കുട്ടികൾ പുറത്ത് ദൂരസ്ഥലങ്ങളിലായിരിക്കും, കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റു ഇതര സ്റ്റേറ്റുകളിലോ ആയിരിക്കാം. അപ്പോൾ ആദ്യമായി വീട്ടിൽ നിന്നും മറ്റൊരു ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവിടെ അവർ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അതിനെ വളരെ ലഘൂകരിച്ചിട്ടുള്ള ലഘൂകരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു അറിവുകൾ ഈ കുട്ടികൾ പോണതിന് മുമ്പേ പേരൻസിൽ നിന്നും അറിയണം. പേരൻസ് അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതിനാദ്യമായി ചെയ്യേണ്ട പ്രധാന കാരണം, കുട്ടികൾ പോണതിന് മുമ്പ് ഇപ്പോൾ ഏതാണ്ട് ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങളുള്ള ആ പോണതിന് മുമ്പേ പേരൻസ് കുട്ടികളെ മകനെയോ മോളെയോ വിളിച്ച് കറക്റ്റായിട്ട് അവരുടെ അടുക്കലിരുത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് അവർ അവിടെ പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വഴി അവർ കഴിക്കുന്ന ആഹാരം ടേസ്റ്റി ആയിരിക്കില്ല. ഒരു പക്ഷേ റൂം ഫെസിലിറ്റീസ് അത്ര മതിയാകില്ല. ഒരുപക്ഷെ അവരുപയോഗിക്കുന്ന ടോയ്ലറ്റ് അത്ര ക്ലീൻ ആയിരിക്കും. ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ദാറ്റ് ഇറ്റ് ഈസ് എ ക്യാമ്പസ്. ഏറ്റവും നന്നായിരിക്കാം എന്ന് പ്രതീക്ഷിക്കും, പക്ഷേ പല ഭാഗങ്ങളിലും പല ബുദ്ധിമുട്ടുകളുണ്ടാകാം. രണ്ടാമത്, ഇവർ പോകുന്ന ക്യാമ്പസിൽ മലയാളീസ് തന്നെ കാണണമെന്നില്ല. പല വിഭിന്ന സ്റ്റേറ്റിലുള്ളവരായിരിക്കും, വിവിധ ഭാഷക്കാരായിരിക്കും, സംസ്കാരം ഡിഫറൻ്റ് ആയിരിക്കാം, ഫുഡ് സ്റ്റൈൽ ഡിഫറൻ്റ്, അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട്. ഒരിക്കലും നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഒരു ഫെസിലിറ്റീസ് അവിടെ കിട്ടില്ല എന്ന് തന്നെ നാം മുന്നിൽ കണ്ടിരിക്കണം. ഈ വിവരങ്ങൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവർ ഒത്തിരി അപ്സെറ്റാകും. രണ്ടാമത്, മാതാപിതാക്കൾ പ്രത്യേകം ചെയ്യേണ്ടത് പേരൻസിനോട് അവരുടെ വരുമാന സ്രോതസ്സിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും കൊടുക്കണം. കാര്യം അവരുടെ എക്സ്പെൻസുകൾ കിട്ടുന്ന ഒരു പക്ഷേ കുട്ടികൾക്കറിയില്ല പേരൻസിൻ്റെ സാമ്പത്തിക അടിത്തറ എന്താണെന്ന്. അത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവർ കോളേജിൽ കിടക്കുക. അപ്പോൾ അവർ കൂടുതൽ വിദ്യാഭ്യാസം ശ്രദ്ധിക്കുക, മറ്റ് ആക്ടിവിറ്റീസിൽ പെടാതിരിക്കുക, അവരുടെ യൂണിയനിലോ ഈ റാഗിങ് ഇങ്ങനെയുള്ള ഇതിലൊന്നും പെടാതിരിക്കുക. കൂടുതൽ ഫ്രണ്ട്ഷിപ്പ്, ഇൻസ്റ്റൻറ്റ് ഫ്രണ്ട്സുകളെ ഒന്നും സമ്പാദിക്കാതിരിക്കുക. ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും ഇൻസ്റ്റൻ്റായിട്ടൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഹലോ ഹൈ എന്ന് പറഞ്ഞ് അവരെ ബൈ പറയാതെ എപ്പോഴും അവരിലേക്ക് ഇത് കഴിഞ്ഞാൽ നമുക്കറിയില്ല അവരേത് ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. തെറ്റുകളും പാകപ്പിഴകളും സംഭവിക്കാൻ ഒത്തിരി ചാൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഇന്ന് 1 വർഷം കഴിയുമ്പോൾ യു വിൽ ബി മെച്യൂർ. നിങ്ങൾക്ക് അവിടുത്തെ ക്യാമ്പസിനെ കുറിച്ച് അറിയാം, കാര്യങ്ങളെക്കുറിച്ച് അറിയാം. ദെൻ യു ക്യാൻ ഹൗ ടു ചൂസ് യുവർ ഫ്രണ്ട്സ്. ഇതൊക്കെ ആദ്യമേ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. പേരൻസ് ഇതിനു വേണ്ടി അവരെ നല്ല രീതിയിൽ ബോധവൽക്കരിച്ചായിരിക്കണം അവരെ ഹോസ്റ്റലിലേക്ക് യാത്രയാക്കേണ്ടത്. ഒരിക്കലും കുഞ്ഞുങ്ങൾ യാത്രയാക്കുമ്പോൾ അമ്മയും അച്ഛനും വിധുമമ്മാൾ എൻ്റെ കുഞ്ഞ് പോവുകയാണ്, ദൂരെ പോകണം, എന്താണ്, അങ്ങനെയൊന്നും വെറി ചെയ്യരുത്. അവരുടെ സന്തോഷമായി തന്നെ ഇരിക്കും. പ്രയാസം കാണും. കുട്ടികളൊക്കെ കുറച്ച് മാറിപ്പോകുമ്പോൾ, ദൂരെ പോകുമ്പോൾ അവരൊന്നും വിഷമിക്കേണ്ട. കഴിയുന്നതും അവരുടെ സമയം കിട്ടുമ്പോൾ ഒരു ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറുക. ഈ കുട്ടികളെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് കുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ പേരൻസ് ആയിരിക്കണം എന്നുള്ള ബോധം കുട്ടികൾക്കുണ്ടായിരിക്കണം. ആ കുട്ടികൾ ആരോട് എന്ത് സംസാരിച്ചാലും അവരുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങളുടെ ഏറ്റവും ക്ലോസ് എൻ്റെ അച്ഛനും അമ്മയുമായിരിക്കും. അങ്ങനെയുള്ളൊരു ബോധം കുട്ടികളുണ്ടായിരിക്കണം. ഏത് കുട്ടികൾക്കായിരുന്നാലും അവരുടെ പേരൻസിനെ നോക്കുന്നു, പേരൻസിൻ്റെ പേരൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, കുടുംബത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. അതിലെല്ലാത്തിലുപരി പേരൻസ് ഈ കുട്ടികളിൽ അർപ്പിക്കുന്ന വിശ്വാസം വളരെ വലുതായിരിക്കും. അതിന് ഒരിക്കലും
ക്ഷതം പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കുട്ടികളുണ്ടാകരുത്. സോ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ ക്യാമ്പസിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ എല്ലാ സംശയം എല്ലാം ദൂരീകരിക്കണം. എപ്പോഴും നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടില്ലാത്ത സ്ഥലത്തായിരിക്കും നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾക്ക് ഭാഷ അറിയാത്ത വിഭിന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയിട്ടാൽ നിങ്ങൾ അവിടെ നിന്ന് ജയിച്ച് വരണം. അവിടെ നിന്നാണ് നിങ്ങളെല്ലാം പഠിച്ചു വരേണ്ടത്. നാളെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിനെയും അതിജീവിക്കാനുള്ളൊരു ശക്തി നിങ്ങൾ ഉണ്ടായിരിക്കും. സോ പേരൻസിനോട് ഒരിക്കൽ കൂടി പറയുന്നു, കുട്ടികളെ അടുത്തിരുത്തി അവരെ ബോധവൽക്കരിക്കുക. അവരുടെ സ്കൂളിലുള്ള അവരുടെ കോളേജ് വിദ്യാഭ്യാസം നല്ല രീതിയിൽ സഫലീകരിക്കുക. നല്ല സ്മാർട്ടായിട്ട് വരട്ടെ. അവരുടെ ക്യാമ്പസ് ഇൻ്റർവ്യൂ കാണും. ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ കൂടെ അവർക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടും. അങ്ങനെ നേടിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടികൾ അതിനെ സഹിക്കുക. പേരൻസിനോട് ദുഃഖം അറിയിക്കാതിരിക്കുക. അച്ഛനും അമ്മയ്ക്കും ദുഃഖം കാണും കുട്ടികൾ അകന്നു പോണതിൽ. കുഴപ്പമില്ല. ഈ ഫോർ ടൈം ബീയിങ്. ഈ വിശേഷങ്ങൾ എല്ലാ മാതാപിതാക്കളും മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. കുട്ടികളും ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ കരിയറിനെ ഒരു സ്ട്രെങ്തനാക്കി ഫ്യൂച്ചറിൽ ഏറ്റവും സക്സസ്ഫുൾ ഒരു എന്താ പറയുക സക്സസ്ഫുൾ മെയിനായിട്ട് മാറുക. എല്ലാവർക്കും നല്ലത് വരട്ടെ ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഞാൻ GK തുമ്പക്കാരൻ.